ചുമ്മാ ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഒരു ഫൺ വീഡിയോ ആണ്. വേറെ നല്ല നമ്മൾ ലിപ്സ്റ്റിക് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ 3 സ്കിൻ ടോണിലുള്ള ആൾക്കാരാണ്. ഞാനൊരു ഡീപ്പർ റസ്കി സ്കിന്നാണ്, ഇത് അത്യാവശ്യം ഫെയർ സ്കിന്നാണ്. ഇവളും കാണത്തില്ല, ഇങ്ങോട്ട് വാ, ഇവളും അത്യാവശ്യം ഫെയർ സ്കിന്നാണ്. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൊ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് കുഞ്ഞിന്റെ വൈബ്സ് ആണ്. നമുക്ക് ഇത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഓരോ ലിപ്സ്റ്റിക്സ് നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് കാണിക്കാം. ഇത്രയൊക്കെ നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക്സ് ഉള്ളു. ഇതിൽ കൂടുതൽ എൻ്റെ ആവട്ടോ, അത് വേറെ രസമുള്ള കാര്യം. അപ്പൊ നമുക്കിത് ഓരോരുത്തരുടെയും പേര് ചിലതിന്റെ ഒക്കെ മാഞ്ഞു പോയി. അപ്പം ഞാൻ ഇവിടെ പേര് ഇങ്ങനെ എഴുതി പോവാം, അറിയാവുന്നത് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇവര് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. ഇത് ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് വേരിയന്റിൽ വരുന്ന ആ സാധനം മൗ മജസ്റ്റി. അപ്പൊ അത് ഞാൻ എഴുതി തരാം കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ ആദ്യം 3 പേരും കൂടെ യൂസ് ചെയ്തിട്ട് കാണിക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ദാണ്ട കണ്ണാടി. ഇവക്ക് നന്നായിട്ട് ചെയ്യണം. ഇവളുടെ ലിപ്സ്റ്റിക് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവക്ക് ചേരും നന്നായിട്ട്. നിനക്ക് ഈ തേച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ചേരത്തില്ല കണ്ടോ, ഞാൻ ഒരു മറ്റേ ബ്രിക്ക് ഇട്ട പോലെ. എനിക്ക് 2 കുരു ഇവിടെ ഉണ്ട്, സോറി ഗൈസ്. അപ്പൊ ഇതാണ് ഈ ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് വൗ മജസ്റ്റി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഡസ്കി സ്കിന്നിൽ ഇതുപോലെ ഇരിക്കും. ആൻഡ് അത്യാവശ്യം കുറച്ച് ഫെയർ സ്കിന്നിന് ഇത് നല്ലതാണ്. ഇവക്കും കുഴപ്പമില്ല, ഇവളും അത്യാവശ്യം ഫെയർ ആണ്. ഈ സ്കിന്നുകാർക്ക് അത്ര സെറ്റ് ആവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരുമാതിരി വാഷ് ഔട്ട് ആവുന്ന പോലെ. മേ ബി ഇത് ലിപ് ലൈനർ വെച്ച് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ഔട്ട് ആയിട്ട് തോന്നും. ഞാൻ ലിപ് ലൈനർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് നമ്മുടെ ലാക്മേയുടെ ഫോറെവർ മാറ്റിന്റെ ഷെയ്ഡ് നമ്പർ 14 മോവ് പാർട്ടി എന്ന്. അപ്പൊ എനിക്ക് ഒരു മോവ് ഷെയ്ഡുകളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എനിക്കറിയില്ല, ഇവർക്ക് പക്ഷെ എല്ലാ ഷെയ്ഡും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ലാക്മേ ഫോറെവർ മാറ്റ് ഷെയ്ഡ് നമ്പർ 14 മോവ് പാർട്ടി ഇട്ട് കഴിയുമ്പോൾ ഡസ്കി സ്കിന്നിന് ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് കുറച്ച് ലിപ് ലൈനറും കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇവളുടെ സ്കിന്നിന് ഇങ്ങനെ ഇരിക്കും, ആൻഡ് ഇവളുടെ സ്കിന്നിന് ഇരിക്കും. ലിപ്സ്റ്റിക്ക് അഗെയിൻ നമ്മുടെ ലാക്മേയുടെ ഫോറെവർ മാറ്റിലാണ്. ഇത് ഷെയ്ഡ് നമ്പർ 15 ആണ്. എനിക്കിത് വായിക്കാൻ അറിയത്തില്ല. മോവ് എസിസ്റ്റൻസി അങ്ങനെ ഞാൻ ഇത് ഇവിടെ എഴുതി വരാം. അങ്ങനെയാണ്. ഇത് കുറച്ച് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു നമുക്ക് പാർട്ടി വൈബിനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഷെയ്ഡാണ്. അപ്പൊ നമുക്ക് ഈ ഷെയ്ഡിങ് നമുക്ക് കൂടെ ട്രൈ ചെയ്യാം. ഇത് ഭയങ്കര മാറ്റാണ്, പെട്ടെന്ന് മാറ്റാവും. അത്യാവശ്യം ലോങ് സ്റ്റേ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഡെയിലി വെയറിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, കാരണം അത്യാവശ്യം എറിച്ചൊരു കളറായതുകൊണ്ട് അത്ര ഇഷ്ടമല്ല. നമുക്ക് ഈ പറഞ്ഞാലും നമ്മുടെ ഒരു കല്യാണം, റിസപ്ഷൻ, അങ്ങനത്തെ ഒരു പാർട്ടി വൈബിൽ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ആൻഡ് ഇത് ഡസ്കി സ്കിന്നിന് ഈ ഒരു കളറായിരിക്കും. ഡസ്കി സ്കിന്നിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന നല്ലൊരു വൈൻ ഷെയ്ഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കളർ നല്ലതാണ്. ആൻഡ് ഫെയർ സ്കിന്നിന് ഇങ്ങനെ ഇരിക്കും, ടാൻ ആയ ഫെയർ സ്കിന്നിന് ഇങ്ങനെ ഇരിക്കും. അടുത്ത ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് നൈക്കയുടെ ആണ്. എനിക്കൊരു അബദ്ധം പറ്റി വാങ്ങിച്ചാണ്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ലിപ് ലൈനർ വെച്ച് എന്റേതായ ഷെയ്ഡിലേക്ക് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇത് നൈക്കയുടെ 14 ജുംകി എന്ന് പറഞ്ഞാണ്. ഞാനപ്പോൾ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വീഡിയോയിലൊക്കെ നോക്കിയപ്പം എന്റെ പോലത്തെ ഡസ്കി സ്കിന്നുകാർക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് ഞാനൊരു ആവേശത്തിന് ചാടിക്കറി വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് നല്ല സൂപ്പറായിട്ട് വാഷ് ഔട്ട് ചെയ്യും. ഞാനപ്പോൾ അത് ലിപ് ലൈനർ ഇല്ലാതെ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു കാണാൻ പറ്റും, ഇങ്ങനത്തെ ഒരു കണ്ടോ, ഒരു അതിന്റെ ഡ്രസ്സൊക്കെ ആയിട്ട് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്, കണ്ടോ, കിട്ടുകയാണ്. കണ്ടോ, ഇതൊരു വീഡിയോയിൽ കാണുമ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് തോന്നുവേ. പക്ഷെ ആക്ച്വലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വാഷ് ഔട്ട് ആവും. എനിക്ക് ഭയങ്കരമായിട്ടില്ല, സ്കിൻ ടോണുകാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിത് ഭയങ്കര വാഷ് ഔട്ട് ആയി തോന്നുന്നുണ്ട്.
നേരിട്ട് കാണുമ്പോൾ. ഇതിൽ നോക്കുമ്പോൾ അത്ര വൃത്തികേടില്ലേ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, പക്ഷെ തരൂല. ആ ഭയങ്കര ലിക്വിഡ് ഇങ്ങനെ 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 അങ്ങ് പോകും, ഒഴുകി അങ്ങ് പോകും. പക്ഷെ ഭയങ്കര ഡ്രൈ ആവും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമ്മുടെ 14 ജുംകി നൈക്ക എന്ന് വരുമ്പം ഡെസ്കി സ്കിന്നിന് ഇതുപോലിരിക്കും. ഇത് ലിപ് ലൈനർ ഇട്ടാൽ സൂപ്പർ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവക്ക് പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഫെയർ സ്കിന്നുകാർക്ക് നല്ല ഭംഗിയാണ്. ഇവക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ഉണ്ടോ. ചാലഞ്ചിലെ ലാസ്റ്റത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന മാമായർത്തിന്റെ 02 പ്ലം പഞ്ച്. ഇതാണ് ഞാൻ സത്യം ഒരു ഇത്രയും ലിപ്സ്റ്റിക്ക് പിന്നീടാണ് എനിക്ക് വന്നത്. ആദ്യം ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ലിപ്സ്റ്റിക്ക് ഇതായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഒരു വൈൻ ഷെയ്ഡുകളോട് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഷെയ്ഡും റിപ്പീറ്റ് ആയിട്ട് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ഒരു ഷെയ്ഡുമാണിത്. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാമായർത്തിന്റെ ഈ ലിപ്സ്റ്റിക് ആയിരുന്നു. ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണുകൾക്കും നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഡെസ്കി സ്കിൻ ടോണിൽ ഇരിക്കും, ഫെയറിൽ ഇങ്ങനെ നിൽക്കും, എഗെയിൻ ഫെയറിൽ ഇങ്ങനെ നിൽക്കും. നല്ലൊരു കളർ, എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെറിയൊരു എന്താ പറയാ, ഒരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിപ്പം കൂടെ ഇവിടെ ചെടിച്ചട്ടി വെക്കാം കേട്ടോ, നിങ്ങൾക്കൊന്നും തോന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.